നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഗോളടിച്ച ശേഷം ലിയോ മെസ്സി കരഞ്ഞത് ഫുട്ബോൾ ആരാധകരൊന്ന് അത്ഭുതപ്പെടുത്തിയ കാര്യമാണ്. എന്നാലും അദ്ദേഹം പിന്നീട് ഹാട്രിക്കൊക്കെ നേടി ആഘോഷമാക്കുന്നതും നമ്മൾ കണ്ടു. പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയ ശേഷം ലയണൽ മെസ്സി അതിൻ്റെ പുറകിലെ കാരണം വ്യക്തമാക്കി. ഞാൻ കടന്നുപോയത് വളരെ ബുദ്ധിമുട്ടേറിയ ദിനങ്ങളിലൂടെയായിരുന്നു. പക്ഷെ അത് ഫുട്ബോളുമായി ബന്ധപ്പെട്ട വിഷയമല്ല, കളിക്കളത്തിന് പുറത്തുള്ള വിഷയമാണ്. അങ്ങനെ ബുദ്ധിമുട്ടേറിയ കോംപ്ലിക്കേറ്റഡായ ദിനങ്ങളിലൂടെയാണ് ഞാൻ കടന്നുപോയത്. അതുകൊണ്ടാണ് ആ ഒരു കരച്ചിൽ എന്ന് അദ്ദേഹം തുറന്നു പറയുന്നു. അതേസമയം കളിക്കളത്തിലെ പ്രകടനം, അർജൻറ്റീനയുടെ ഈ കളി എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം വളരെ കൃത്യമായിട്ട് വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. പ്ലെയർ ഓഫ് ദി മാച്ച് നേടിയ ശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകളിലേക്ക് നോക്കാം. ഹോണസ്റ്റ്ലി ഞാൻ കരഞ്ഞു എന്നുള്ളത് കംപ്ലീറ്റ്ലി അൺറിലേറ്റഡ് ടു ദി സ്പോർട്ട്. കളിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത വിഷയത്തിനാണ്. കുറച്ച് ബുദ്ധിമുട്ടേറിയ കാര്യങ്ങളിലൂടെയാണ് ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് കടന്നുപോയത്. കോംപ്ലിക്കേറ്റഡ് ഡേയ്സ് ആയിരുന്നു. ഈ മുഴുവൻ ടീം അംഗങ്ങളോടും ഞാൻ വളരെ നന്ദിയുള്ളവനാണ്. കാരണം അവരെല്ലായ്പ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൂടെയുണ്ടായിരുന്നു. അവരെനിക്ക് ഒരുപാട് ശക്തി പകർന്നു തന്നു ഈ ഒരു ഘട്ടത്തിൽ അത് കടന്നു പോകാൻ. ദാറ്റ്സ് ഓൾ. അതാണ് എനിക്കതിനെപ്പറ്റി ആകെ പറയാനുള്ളതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതാണ് വിഷയം എന്ന് അദ്ദേഹം പറയാൻ തയ്യാറായില്ല. സ്വാഭാവികമായിട്ടും കളിക്കളത്തിന് പുറത്തുള്ളതാണ്. പേഴ്സണലായിട്ടുള്ള മാറ്റേഴ്സോ മറ്റെന്തെങ്കിലുമൊക്കെ ആകാം. കളിക്കളത്തിന് പുറത്തുള്ളതായതുകൊണ്ട് അതിനപ്പുറത്തേക്ക് സംസാരിക്കാൻ അദ്ദേഹം തയ്യാറല്ല. അതാണ് അദ്ദേഹം പറയുന്നത്. ദാറ്റ്സ് ഓൾ എന്ന് പറഞ്ഞ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. പിന്നെ കളിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അനാലിസിസ് വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഞങ്ങൾക്കറിയാമായിരുന്നു ഇത് വളരെ ബുദ്ധിമുട്ടേറിയൊരു മത്സരമായിരിക്കും, കോംപ്ലിക്കേറ്റഡ് മത്സരമായിരിക്കുമെന്ന്. കാരണം അവർക്ക് നല്ല കുറച്ച് കളിക്കാരുണ്ട്. വളരെ മികച്ച രൂപത്തിൽ കളിക്കാൻ കപ്പാസിറ്റിയുള്ള, ഇൻറ്റൻസിറ്റി കാണിക്കാൻ കപ്പാസിറ്റിയുള്ളൊരു ടീമാണ് അവരുടേത്. അപ്പം നമ്മളവർക്ക് ബോൾ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കും. പക്ഷേ ഞങ്ങൾ വിത്തൗട്ട് ദി ബോളിലും വളരെ മികച്ച രൂപത്തിൽ പൊസിഷൻ ചെയ്തു നിന്നു. മാത്രമല്ല ലീഡ് എടുക്കാനും കളി കൺട്രോൾ ചെയ്യാനും ഞങ്ങൾക്ക് പറ്റി. എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾ മത്സരം പൂർണ്ണമായിട്ടും കയ്യിലേക്ക് എടുക്കുകയായിരുന്നു. ഫസ്റ്റ് ഹാഫ് കുറച്ച് ടഫായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. സെക്കൻഡ് ഹാഫ് പൂർണ്ണമായിട്ടും വ്യത്യസ്തമായിരുന്നു. സ്വാഭാവികമാണ്. കാരണം ഫസ്റ്റ് മാച്ചാണ്, ഒരു ഒഫീഷ്യൽ വേൾഡ് കപ്പ് കോമ്പറ്റീഷനിലെ ഫസ്റ്റ് മാച്ചാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. സ്റ്റാർട്ടിങ്ങിൽ അതാണ് സംഭവിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മികച്ച രൂപത്തിലേക്ക് തന്നെ മാറുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്കുണ്ട്. ഇറ്റ്സ് എ വെരി കോമ്പറ്റീറ്റീവ് വേൾഡ് കപ്പ്. ഇപ്പോഴത്തെ വേൾഡ് കപ്പിനെ കുറിച്ച് അതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ ടീമുകളും വളരെ സ്ട്രോങ് ആണ്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പ്ലേയിങ് സ്റ്റൈലുമുണ്ട്. എല്ലാവരും വെൽ കോച്ച്ഡാണ്. എല്ലാ മാച്ചുകളും വളരെ ക്ലോസ് ആണ്, ഇൻറ്റൻസ് ആണ്. ഫിസിക്കലി ഒരുപാട് സ്ട്രോങ് ടീംസ് നന്നായിട്ട് കളിക്കുകയും ചെയ്യുന്നുണ്ട്. സോ ഞങ്ങളെപ്പറ്റി എല്ലാവരും നന്നായിട്ട് പഠിച്ചാണ് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത്. അതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. കളികൾ വളരെ ഈവനായിട്ട് മാറുന്നു എന്നാണ് ഇപ്പോൾ ലയണൽ മെസ്സി വിലയിരുത്തുന്നത്. അതേസമയം അദ്ദേഹം മിറോസ്ലാവ് ക്ലോസയുടെ റെക്കോർഡിനൊപ്പം എത്തി. ഹാട്രിക് അടിച്ചോടുകൂടി 16 ഗോളുകളിലേക്ക് അദ്ദേഹവും എത്തിയല്ലോ. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, ഞാൻ ഫുട്ബോൾ കളിക്കുന്നത് ഇഷ്ടപ്പെടുന്നു. എൻ്റെ കുഞ്ഞുനാൾ മുതലുള്ള എൻ്റെ പാഷനാണത്. അപ്പോൾ വെൻ ഐ ആം ഫീലിംഗ് ഗുഡ് ഐ ഗിവ് മൈ ഓൾ. ഇപ്പോൾ അതിനപ്പുറത്തേക്ക് ഞാൻ ഇതിനെ കാണുന്നില്ല. ഹോണസ്റ്റ്ലി ഇപ്പോൾ വലിയ നേട്ടം മിറോസ്ലാവ് ക്ലോസയ്ക്ക് ഒപ്പം എത്തുക, റൊണാൾഡോക്കൊപ്പം എത്തുക, റൊണാൾഡോയെ മറികടക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമാണ്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് മീൻസ് എനിത്തിങ്. അതിൽ പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നുകൂടി ലിയോ മെസ്സി പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.